ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്താണ് പ്രേക്ഷകർ വിചാരിക്കുന്ന ആളിൻ്റെ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾക്കുള്ള ധാരണ? ഓക്കെ, സോ നിങ്ങളെപ്പറ്റി എന്താണ് ആൾ കരുതുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ ആളിൽ നിന്നുള്ള മെസ്സേജ് നിങ്ങൾക്ക്? അതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എല്ലാവരും കണ്ണടയ്ക്കുക. ഓക്കെ, ആ ആളിനെ മനസ്സിൽ ധ്യാനിക്കൂ. ഓക്കെ, അവരുടെ ഫേസ് ആണ് നിങ്ങൾ ധ്യാനിക്കേണ്ടത്. ഓക്കെ, ആൻഡ് ദെൻ ഈ റീഡിംഗ് കാണുക. സോ ലെറ്റ് സി എന്താണ് ആൾ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത്. 7 of Cups, Four of Wands, 5 of Cups, the Tower, Two of Cups. ഈ ഒരാൾ ഒരു മിക്സ് എനർജിയിലാണ്. പ്രേക്ഷകർ ആരെക്കുറിച്ചാണോ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ റീഡിംഗ് കാണുന്നത്. ഓക്കെ, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് അണ്ടർ ദി ഡെക്ക്, ആൻഡ് അത് കഴിഞ്ഞ് ഡെവിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഐ ടേക്ക് ദീസ് 2 cards. ആൾ കൺഫ്യൂസ്ഡ് എനർജിയിലാണ്. ഓക്കെ, നിങ്ങളുമായിട്ട് ഇഫ് ഇറ്റ് ഈസ് എ ലവ് റിലേഷൻഷിപ്പ്, ഓക്കെ, ഏത് റിലേഷൻഷിപ്പ്, നിങ്ങളുടെ സ്പൗസിനെ കുറിച്ചോ നിങ്ങളുടെ ലവറിനെ കുറിച്ചാണ് നിങ്ങളിത് ഈ ഒരു റീഡിംഗ് കാണുന്നെങ്കിൽ, അവർ നിങ്ങളുമായിട്ട് നല്ല ബോണ്ടിങ്, ഓക്കെ, നിങ്ങൾ നല്ലൊരു കപ്പിൾ ആണ് എന്നാണ് അവരുടെ മനസ്സ്. ഓക്കെ, ആൻഡ് നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹബന്ധമുണ്ട്, നല്ല ലോങ് ടേം സക്സസ് ഈ റിലേഷൻഷിപ്പിലുണ്ട് എന്നതും അവർക്കറിയാം. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു നെഗറ്റീവ് എനർജിയിലാണ് അവരിപ്പോൾ. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി എനിത്തിങ്, അല്ലെങ്കിൽ ആളുടെ തോട്ട്സ് ആകാം. ഓക്കെ, ആളുടെ മുൻ റിലേഷൻഷിപ്പിൽ അയാൾക്ക് കിട്ടിയ ബിട്രേലാകാം, അയാൾക്കത് മാറി അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. ഓക്കെ, ഓർ അയാൾക്ക് എപ്പോഴും തോന്നുന്നുണ്ട് ദാറ്റ് നിങ്ങൾ അയാളെ ബിട്രേ ചെയ്യും, ചീറ്റ് ചെയ്യും, വേദനിപ്പിക്കും, ആൻഡ് ആ വേദന അയാൾക്ക് എടുക്കാൻ താല്പര്യമില്ല. ഓക്കെ, ഐ ഡോണ്ട് നോ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് എത്ര നാളായി എന്നത് എനിക്ക് അറിയില്ല. ഓക്കെ, 7 of Cups ആണ്. അയാൾ ഇപ്പോഴും വേറെ ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നുണ്ട്. നിങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾ കൂടാതെ നിങ്ങളെക്കാട്ടി ബെറ്റർ ആരെങ്കിലും ഉണ്ടോ എന്നതും അയാൾ തേടുന്നുണ്ട്. ഓക്കെ, ഈവൻ തോ മാരീഡ് ആണ് ഓർ മാരീഡ് അല്ല എന്നുണ്ടെങ്കിലും. ഓക്കെ, ആൻഡ് ഏതൊക്കെ പ്രേക്ഷകർ ഇവിടെ ലവ് റിലേഷൻഷിപ്പ് അല്ല, ഏറെ ട്രബിളാണ്. ട്രബിൾ ഇൻ ദ സെൻസ്, ആ ഒരാൾക്ക് നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷേ നിങ്ങൾ അയാൾക്ക് കോമ്പറ്റീഷനാണ്. ഓക്കെ, നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങൾക്കൊപ്പം ലൈഫിൽ നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാവും, നല്ലൊരാളാണ് എന്നതൊക്കെ ആൾക്കറിയാം. പക്ഷേ നിങ്ങൾ അവരെ ചാലഞ്ച് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, എന്തുകൊണ്ടും അവരുടെ ലൈഫ്, ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി ഉണ്ടാകാം, ആൾക്ക് ജോലി കാണില്ല, അല്ലെങ്കിൽ നിങ്ങൾ നല്ല വസ്ത്രങ്ങൾ ഇടുന്നുണ്ടാകാം, അയാൾക്കത് ഇടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ റെസ്ട്രിക്ഷൻസ് ഇല്ലായിരിക്കാം, അയാളുടെ ജീവിതത്തിലേറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അത് ബുദ്ധിമുട്ടുണ്ടാകുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം ആൻഡ് അയാൾ താമസിക്കുന്ന സ്ഥലത്തിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഓക്കെ, ആൻഡ് അവർക്ക് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൽ താമസിക്കാനാണ് ആഗ്രഹം. ഓക്കെ, ആൻഡ് അവർക്കത് പറ്റുന്നില്ല, അതുകൊണ്ടാകാം. പക്ഷേ എന്തുകൊണ്ടോ നിങ്ങൾ അവർക്കൊരു ചാലഞ്ച് കൊടുക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് ദാറ്റ് എന്ത് നല്ലത് വന്നാലും അവരുടെ ലൈഫിൽ അത് പോകും അവരുടെ ലൈഫിൽ നിന്ന് എന്നുള്ള അനുഭവമായിരിക്കാം അവരുടെ നേരത്തെ അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ അത് ഈ അനുഭവം ആണ് നിങ്ങളിലൂടെയും അവർക്ക് കിട്ടാൻ പോകുന്നത്. അവർ തർപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ, 2 of Cups ആണ്, പക്ഷെ നിങ്ങൾ നല്ല ഫ്രണ്ടാണ്. ഓക്കെ, നിങ്ങൾ മാത്രമേ ഉള്ളൂ ആ ആളുടെ ജീവിതത്തിൽ ആളെ മനസ്സിലാക്കുന്ന ഒരാൾ. ഓക്കെ, എന്നതവർക്കറിയാം. ഓക്കെ, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ദ ഡെവിലാണ് രണ്ട് കേസസിലും. ഓക്കെ, കപ്പിൾസ് ആണെങ്കിലും ലവേഴ്സ് ആണെങ്കിലും ആസ് വെൽ ആസ് നോർമൽ ഒരു റിലേഷൻഷിപ്പ് ഓക്കെ ആണെങ്കിലും
നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്, ഓക്കെ, എന്നത് അവർക്ക് തോന്നുന്നുണ്ട്. അവർക്കറിയാം നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണ്. സാമ്പത്തികമായിട്ടും നിങ്ങൾ അവരുടെ മേളിൽ കോഡിപ്പെൻഡ് ചെയ്യില്ല, ഓക്കെ. ബുദ്ധിപരമായിട്ടും നിങ്ങൾ അവരുടെ മേളിൽ കോഡിപ്പെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഇൻ്റലിജൻ്റ്ലി ഡിസിഷൻസ് എടുക്കുന്ന ഒരാളാണ്. എന്നാൽ അവരുടെ ബുദ്ധിമുട്ട് എന്താണ്? അവരുടെ ബുദ്ധിമുട്ടാണ് ദാറ്റ് അവർക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഓക്കെ. അവരുടെ ആഗ്രഹം അവരുടെ കീഴിൽ നിങ്ങൾ നിൽക്കണം. കീഴിൽ എന്ന് വെച്ചാൽ എങ്ങനെയും ആകാം, ദാറ്റ് ഈസ് സെക്കൻഡ് ടു ദെം, ഓക്കെ. ഒരിക്കലും അവരുടെ മുന്നിൽ നിങ്ങൾ വരരുത്. മുന്നിൽ വരരുതെന്ന് വെച്ചാൽ ആൾക്കാർ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കാണുമ്പോൾ അവരെ ആദ്യം വെൽക്കം ചെയ്യണം, അല്ലെങ്കിൽ അവരോട് ആദ്യം സംസാരിക്കണം, നിങ്ങളോട് സംസാരിക്കരുത്. അപ്പോൾ അവർക്ക് ജലസിയാണ്, അല്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് അവരുടെ മനസ്സിലുണ്ട്, ഓക്കെ. അവരെപ്പോഴും ടോപ്പിൽ നിൽക്കണം. അവർ കഴിഞ്ഞ് മറ്റാൾക്കാർ വരാവൂ എന്നുള്ള ഒരു ഡിഫിക്കൽട്ട് പാറ്റേൺ ആണ്. അത് അവരുടെ നെഗറ്റിവിറ്റിയാണ്, ഓക്കെ. അത് ബ്ലോക്കേജ് ആണ് അവരുടെ ലൈഫിൽ. പക്ഷെ അതാണ് അവർക്ക് വേണ്ടത്. അവർക്ക് വേണ്ടത് ദാറ്റ് എല്ലാവരും അവരെ പരിഗണിക്കണം, അവരോട് കാര്യങ്ങൾ ചോദിക്കണം, അവർ പറയുന്നത് കേൾക്കണം, അവർ പറയുന്നതേ ചെയ്യാൻ പാടുള്ളൂ, ഓക്കെ. ആൻഡ് അവിടെ നിങ്ങൾ അവർക്കൊരു ചാലഞ്ചാണ് രണ്ട് കേസസിലും, ഓക്കെ. രണ്ട് കാര്യങ്ങളിലും, കപ്പിൾസ് ആയിക്കോട്ടെ, ലവേഴ്സ് ആയിക്കോട്ടെ, ആസ് വെൽ ആസ് ഒരു പ്ലൂട്ടോണിക് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അതൊരു ചാലഞ്ചാണ് നിങ്ങൾ വരുമ്പോൾ. കാരണം ആൾക്കാർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ നിങ്ങളെയും ഇഷ്ടപ്പെടുന്നുണ്ട്. സോ നിങ്ങളെ ഒരേ ലെവലിൽ കാണുന്നുണ്ടാകാം, അത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഓക്കെ. ദാറ്റ്സ് ട്രിക്കി. ലെറ്റ്സ് സീ. വാട്ട് എൽസ്? എന്താണ് ആ ഒരാളുടെ മനസ്സ്? ഓക്കെ, 2 of Pentacles. അവർ കാണുന്നുണ്ട് ദാറ്റ് നിങ്ങൾ ഏറെ ഹാർഡ് വർക്കിംഗ് ആണ്. അവർക്കറിയാം നിങ്ങൾ ഒത്തിരി ജഗിൾ ചെയ്യുന്നുണ്ട്, ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ റെസ്പോൺസിബിലിറ്റീസിലും നിങ്ങൾ വളരെ ബാലൻസിലാണ്, വളരെ സന്തുഷ്ടമാണ്, ഓക്കെ. നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് അല്ല, ഓക്കെ. പക്ഷേ ഇവർ ഫ്രസ്ട്രേറ്റ് ആകും, ഓൾറൈറ്റ്. ഇവർക്ക് ഏറെ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്ത് ഇവർ ഫ്രസ്ട്രേറ്റ് ആകും, നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് അല്ല. അത് അവർക്കൊരു പ്രചോദനമാണ്, ഓക്കെ. വീൽ ഓഫ് ഫോർച്യൂൺ. അവർക്ക് തോന്നുന്നത് നിങ്ങൾ വളരെ 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 ലക്കിയാണ്. ദൈവം എപ്പോഴും നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്കൊപ്പമാണ്. ആൻഡ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈവൻ തോ നൗ ലെറ്റ് മീ ബി ക്ലിയർ, ഇവർക്കറിയാം നിങ്ങൾ ഏറെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷേ അതേ സംഭവത്തിൽ അവർ വിചാരിക്കുന്നുണ്ട് ദാറ്റ് നിങ്ങൾക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ദൈവം നിങ്ങളുടെ കയ്യിലെല്ലാം കൊണ്ട് തരികയാണ്. awesome. സോ എവിടെയോ അത് അക്സെപ്റ്റ് ചെയ്യാൻ, ദാറ്റ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ലക്ക് നിങ്ങൾക്കൊപ്പമുള്ളത് എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. 8 of Swords, ഓക്കെ, ആൻഡ് 4 of Wands. ഓക്കെ, 4 of Wands 2 പ്രാവശ്യമാണ് വന്നിരിക്കുന്നത്. സോ 44 എന്ന നമ്പർ പ്രേക്ഷകർ കാണുന്നുണ്ടാകാം, ഓക്കെ. അവരുടെ ധാരണയിൽ നിങ്ങളുടെ മനസ്സിൽ പേടിയുണ്ട്, ഓക്കെ. കോൺഫിഡൻസിലും ഇത്തിരി കുറവുണ്ട്. ആൻഡ് അതങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് പ്ലൂട്ടോണിക് ആയിക്കോട്ടെ, ഇൻറ്റിമേറ്റ് ആയിക്കോട്ടെ, ദാറ്റ് ഈസ് കപ്പിൾസ്, ലവേഴ്സ് ആസ് വെൽ ആസ് നോർമൽ റിലേഷൻഷിപ്പ് ആണോ, ഈ റിലേഷൻഷിപ്പ് നന്നായിട്ട് മുന്നോട്ട് പോകും, ഓക്കെ. നിങ്ങൾ പേടിയിലും ലെസ് കോൺഫിഡൻസിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ്, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ നല്ലതായിരിക്കും, ഓക്കെ. ഹാപ്പി ഗോയിങ് ആയിരിക്കും. കാരണം അവർക്കാണ് ഇമ്പോർട്ടൻസ്, അവർക്കാണ് മുൻഗണന കിട്ടുന്നത്. എന്നാൽ അണ്ടർ ദ ഡെക്ക് 5 of Swords ആണ്, ഓക്കെ. സോ ദാറ്റ് മീൻസ് നിങ്ങൾ കോൺഫിഡൻസിൽ വന്നാൽ, നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്താൽ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് അവർക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ താല്പര്യമില്ല. അവരെങ്ങനെയാണോ അവരതിൽ തന്നെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്, ഓക്കെ. സോ ആലോചിച്ച് ഡിസിഷൻ എടുക്കുക പ്രേക്ഷകർ, ഓക്കെ. അൾട്ടിമേറ്റ്ലി ലൈഫ് നിങ്ങൾക്കും ഒന്നേ ഉള്ളൂ, ഓക്കെ. ഏതാളെക്കുറിച്ചാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത്, ആൾക്കും ഒരു ലൈഫേ ഉള്ളൂ. ആൻഡ് ആളുടെ ലൈഫ് ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്നു. പക്ഷെ നിങ്ങൾക്കും ഒരു ലൈഫേ ഉള്ളൂ. ലൈഫിൽ ഈ ആൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വിട്ടുവീഴ്ചകൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ വളരെ അൺഹാപ്പി ആയിരിക്കും.
ആൻഡ് നിങ്ങൾ എന്ന് അൺഹാപ്പി ആകാൻ തുടങ്ങുന്നോ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസും വന്ന് തുടങ്ങും, നിങ്ങളുടെ കരിയറിൽ ഇഷ്യൂസ് വന്ന് തുടങ്ങും. ഓക്കെ, നിങ്ങളുടെ നിങ്ങളുടെ കണക്ഷൻസിൽ ഇഷ്യൂസ് വന്ന് തുടങ്ങും. സോ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് നിങ്ങൾ ആലോചിച്ച് മുന്നോട്ട് ഡിസിഷൻ എടുക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ ഒരു പ്രോഡക്റ്റാണ് ഇവിടെ കാണിക്കുന്നത്. ഇതാണ് കരുങ്കാലി മാല. ഓക്കെ, സോ രുദ്രാക്ഷം കഴിഞ്ഞാൽ ഈ മാലയ്ക്കാണ് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളത്. കാരണം ഇത് എബനി വുഡിൻ്റെ തൊലിയും കൊണ്ടുണ്ടാക്കുന്ന ബീഡ്സാണ്. വേൽമുരുക ഭഗവാന്റെ അനുഗ്രഹമുള്ള ഒരു വുഡ് ആണ് എബനി വുഡ്. ഓക്കെ, ഇതിൽ ത്രിശൂലം ഉണ്ട്. ഓക്കെ, ഈ ഒരു മാല ആർക്കൊക്കെ ധരിക്കാം? ഏതൊക്കെ പ്രേക്ഷകരുടെ എനർജി രാവിലെ നല്ല എനർജിയാണ്, പക്ഷെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എനർജി വളരെ ഡ്രെയിനായി ടയേർഡായിരിക്കുന്നവർക്ക് ഈ മാല ധരിക്കാം. ഓക്കെ, വളരെ നല്ലതാണ്. ഇത് നിങ്ങളുടെ എനർജി ഇൻടാക്റ്റ് ആക്കി വെക്കും. എനർജി വാമ്പയേഴ്സ്, എനർജി ഡ്രെയിനേഴ്സിൽ നിന്ന് നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കും. ആങ്സൈറ്റി, ഡിപ്രഷൻ ആൻഡ് സ്ട്രെസ് ഒക്കെ ഉള്ള പ്രേക്ഷകർക്കും ഇത് ധരിക്കാവുന്നതാണ്. ദൃഷ്ടിദോഷം, പ്രാക്കൊക്കെ കിട്ടുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ ജലസി നിറഞ്ഞ ആൾക്കാർ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഈ ഒരു മാല ധരിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ഓക്കെ, ഓൾറെഡി ഏറെ സ്റ്റോക്ക് ഞങ്ങളുടെ തീർന്നു കഴിഞ്ഞു. ലിമിറ്റഡ് സ്റ്റോക്കാണ്. സോ വേണ്ട പ്രേക്ഷകർക്ക് സെയിൽസ് ടീമിനെ മെസ്സേജ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇതൊരു ബ്രാൻഡാണ്. പേര് ഞാൻ ഇവിടെ പറയുന്നില്ല, ബിക്കോസ് ഇത് പ്രൊമോഷൻ അല്ല. സോ പേര് പറയുന്നില്ല. പക്ഷേ ഈ ഒരു ബോട്ടിലിൽ 110 സാമ്പ്രാണി തിരികളാണുള്ളത്. ഓക്കെ, സോ പ്രേക്ഷകർ ഇത് വാങ്ങിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 മാസം ഈസിലി ഈ ഒരു സാമ്പ്രാണി തിരി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സെയിൽസ് ടീമിൻ്റെ കയ്യിൽ ഇത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓൾ റൈറ്റ്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് പ്രേക്ഷകരുടെ പേഴ്സൻ്റെ മൈൻഡിലുള്ളത്. ഓക്കെ, ഇൻറ്റ്യൂഷൻ, ആക്സിലറേറ്റഡ് മോഷൻ. ഐ തിങ്ക് ഇത് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ടാണ് വരുന്നത്. വിസ്ഡം. ഓക്കെ, ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ ത്രൂ അല്ല, ബട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് ആണ് സ്പിരിറ്റ് ഗൈഡ് നൽകുന്നത്. ദാറ്റ് നിങ്ങളുടെ ഇൻറ്റ്യൂഷനാണ് നിങ്ങളെ സഹായിക്കാൻ പോകുന്നത്. ഈവൻ തോ നിങ്ങൾ ചൂസ് ചെയ്യാണ് ദാറ്റ് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണം. ഓക്കെ, മൈറ്റ് ബി നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആകാം. ഓക്കെ, നിങ്ങളുടെ ഏറ്റവും നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കാം. നിങ്ങളുടെ സ്പൗസ് ആൻഡ് ലവർ ആകാം. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ സെൽഫ് വർത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കാം, പക്ഷെ നിങ്ങളുടെ സെൽഫ് വർത്ത് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അതിന് ഇൻറ്റ്യൂഷൻ വളർത്തൂ. 70225 എന്ന നമ്പർ കണ്ടിന്യൂസ്ലി ചൊല്ലൂ. ആക്സിലറേറ്റഡ് മോഷൻ ആണ്. ലൈഫിൽ പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കേണ്ട സാഹചര്യങ്ങൾ വരും. വെയിറ്റ് ചെയ്യാതിരിക്കുക. ആദ്യം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നന്നായി വളർത്തൂ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ സ്ട്രോങ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നതാണ്. വിസ്ഡം. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് നിങ്ങളുടെ ഉള്ളിലെ വിസ്ഡം, നിങ്ങളുടെ പാസ്റ്റ് ലൈഫ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ, ആ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിച്ച പാഠങ്ങൾ, ഓക്കെ, അതിനെ നിലനിർത്താനും അതിനെ ഉപയോഗിക്കാനുമാണ്. ഓക്കെ, സോ ആ വിസ്ഡം എന്താണ് അത് മനസ്സിലാക്കുക. അതിനു വേണ്ടി നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. ഓം എന്ന മന്ത്ര കണ്ടിന്യൂസ്ലി ചൊല്ലുക. ഓക്കെ ഗായ്സ്, സോ ഇതാണ് പ്രേക്ഷകർക്കുള്ള റീഡിംഗ്. ഈ റീഡിംഗ് പ്രേക്ഷകർക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുക. കമൻറ്റ് സെക്ഷനിൽ ഐ ക്ലെയിം ദിസ് റീഡിംഗ് എന്നെഴുതുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.